മുത്തുമണി എന്തൊക്കെ പാട് സുഖം. ഇന്നൊരു അടിപൊളി അപ്ഡേഷനായിട്ട് വന്നു കിട്ടുക. വേറെ ഒന്നുമില്ല, നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷനിൽ വരുന്ന MMNൻ്റെ അടിപൊളി ഒരു അപ്ഡേഷനായിട്ട് വന്നു കേട്ടോ. അതിൽ നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാരയുണ്ട്. അങ്ങനെ ഒരു പിടി താരങ്ങളാൽ സമ്പന്നമായ ഒരു അടിപൊളി മൂവി കേട്ടോ. താൽക്കാലികമായിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വെച്ചിരുന്നു. വേറെ ഒന്നുമില്ല, മമ്മൂക്കയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. പിന്നെ അതിനുശേഷം കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലെ കോമ്പിനേഷനൊക്കെ അവർ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം പാക്കപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് നിർത്തി വെച്ചിരുന്നു. ഈ മഴയും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചതിന് ശേഷം അത് ജൂൺ 10 റീസ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഒരടിപൊളി സെറ്റപ്പിൽ, അതായത് നമ്മുടെ ലാലേട്ടനായിട്ട് ഇനി പങ്കെടുക്കാൻ പോകുന്നത്. ലാലേട്ടൻ്റെ കോമ്പിനേഷൻ സീൻ, അതായത് ലാലേട്ടനും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും കൂടിയുള്ള കോമ്പിനേഷൻ സീൻസ് ആട്ടോ. ഒരു മാസ് ടൈപ്പ് ഒരു സീൻസ് ആയിക്കാം അതിലെടുക്കാൻ പോകണമെന്നാണ് കേട്ടത്. കൊച്ചിയിലും അതുപോലെ തൃശ്ശൂർ, എടപ്പാൾ, അങ്ങനെ 3 ഏരിയയിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്തായാലും നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. പക്ഷെ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയില്ല, മമ്മൂക്കയുടെ ഒരു റീ എൻട്രി, മമ്മൂക്കയുടെ ഒരു ഒന്നൊന്നര എൻട്രി കാണാൻ വേണ്ടി നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അതൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല, സംഭവം അതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ മമ്മൂക്ക പഴയതിനേക്കാൾ ചുറുചുറുക്കോടെ ആവേശത്തോടെ വരുന്ന ഒരു അടിപൊളി കിടിലൻ മൂവി തന്നെ ആയിരിക്കും എന്തായാലും MMN. മമ്മൂക്ക ഇതിലൊരു മിലിറ്ററി ഓഫീസറായിട്ട് ഒരു 2 ഗെറ്റപ്പിൽ, അതായത് മമ്മൂക്ക ലാലേട്ടൻ 2 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. മമ്മൂക്കയുടെ ഒരു അടിപൊളി 2 ഗെറ്റപ്പ് വരാനുണ്ട്. അത് എന്തായാലും അവരതിൻ്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് വിട്ടിട്ടില്ല, ഫസ്റ്റ് ലുക്കൊക്കെ റെഡിയാണ്. എന്തായാലും അത് അധികം വൈകാതെ പെരുന്നാളിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്തായാലും അവർ പുറത്ത് വിടും. ഞാൻ പറഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മമ്മൂക്ക ജൂണിൽ ഇതിൻ്റെ ഷൂട്ടിൽ പങ്കെടുക്കും. പക്ഷേ എന്തായാലും മമ്മൂക്ക ജൂണിൽ ഉണ്ടാവില്ല. മമ്മൂക്ക ജൂലൈ 2 മമ്മൂക്ക ഇതിൽ അഭിനയിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ജിതിൻ കെ ജോസിൻ്റെ കളങ്കാവലി എന്ന മൂവിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങും അതുപോലെ ആ ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും ഈ ജൂണിൽ അദ്ദേഹത്തിന് ഈ സിനിമയിൽ, അതായത് MMNൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജൂലൈ 2 അദ്ദേഹം എന്തായാലും ഈ ചിത്രത്തിൽ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നതാണ് നമുക്ക് കിട്ടിയൊരു വിവരം. എന്തായാലും നമ്മൾ കാരണം 2009 2020 ശേഷം ലാലേട്ടൻ മമ്മൂക്ക കോമ്പിനേഷൻ വരുന്ന ഒരു അടിപൊളി കിടിലൻ ആക്ഷൻ മാസ് എന്ന എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു അടിപൊളി മൂവി തന്നെ ആവും ഈ ചിത്രം, ഒരു സംശയം വേണ്ട. കാരണം അങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ. നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, എന്നാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ചിത്രം തന്നെ ആവും എന്തായാലും MMN. അതിലൊരു സംശയം വേണ്ട. പിന്നെ അതിന് മുമ്പ് നമ്മുടെ മമ്മൂക്കയുടെ റിലീസാകാൻ പോകുന്നത് കളങ്കാവലാവും. അതെന്തായാലും നമ്മളെ മമ്മൂക്ക ഞെട്ടിക്കും എന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ സത്യന്തിക്കാടിൻ്റെ മൂവിയാണ് ഹൃദയപൂർവ്വം. ഈ ചിത്രത്തിൻ്റെ പാക്കപ്പിന് ശേഷമാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് അദ്ദേഹം ദിലീപിൻ്റെ ബബ്ബബ് എന്ന മൂവിയിൽ ഒരു ഗസ്റ്റ് റോള് ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാകും ലാലേട്ടൻ ഈ MMNൽ ജോയിൻ ചെയ്യും. എന്തായാലും ഒരു മാസീനാണെന്നാണ് കേട്ടത്. ഈ മമ്മൂക്ക ലാലേട്ടൻ ഒരു ഫൈറ്റ് സീനുണ്ട് ചിത്രത്തിൽ. ഏകദേശം ഒരു 3 ഫൈറ്റ് സീനാണ്, 3 മെയിൻ ഫൈറ്റ് സീനും ഒരു 2 സിംഗിൾ ഫൈറ്റ് സീനും ഉണ്ട്. പക്ഷെ അത് അവർ പുറത്ത് വിട്ടില്ല. കാരണം അതിൻ്റെ 2 ഫൈറ്റ് മാസ്റ്റേഴ്സാണ് ഇതിൽ വർക്ക് ചെയ്യണത്. എന്നാൽ നമുക്കറിയാം ആൻഡ്രോ ജോസഫാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരു 1.5 എന്താ പറയുക, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചിലവേറിയ ഒരു അടിപൊളി മൂവി തന്നെ ആവും MMN. എല്ലാവരും വെയിറ്റ് ചെയ്യും. എന്തായാലും മമ്മൂക്കയുടെ ഒരു റീ എൻട്രിക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഒരു സംശയമില്ലാതെ പറയും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു വിടവ് നമുക്കൊരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം മറ്റേത് അദ്ദേഹം ഒറ്റ ദിവസം പോലും അദ്ദേഹത്തിൻ്റെ ന്യൂസോ വാർത്തകളോ കേൾക്കാത്ത ഒരു ദിവസം ഒരു മലയാളിക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അദ്ദേഹത്തിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡൗണ് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 10 മടങ്ങുള്ള ഒരു റീ എൻട്രി ആകും മമ്മൂക്കയുടെ എന്നുള്ളത് ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന് ഇതിന് 2 ഗെറ്റപ്പ് ഉണ്ട് പറഞ്ഞു, അത് ഒരു 1.5 ഗെറ്റപ്പാണ്. പിന്നെ മാത്രമല്ല മമ്മൂക്കയുടെ ഇതിലൊരു ഈ സിനിമ ഇനി ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ ശ്രീലങ്ക, അതുപോലെ കൊച്ചി, തൃശ്ശൂർ, എടപ്പാൾ, അബുദാബി, ഈ ഏരിയയിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത്. മമ്മൂക്ക ഇതിലൊരു എന്താ പറയുക, ഒരു മുണ്ടെടുത്തിട്ട് മീശ പിരിച്ചിട്ട് നമ്മൾ സാധാരണ ലാലേട്ടന് മുണ്ടെടുത്തിട്ട് മീശ പിരിച്ചൊരു സീനാണ് സാധാരണ എല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ ഇതിൽ മമ്മൂക്ക മുണ്ടെടുത്ത് മീശ പിരിച്ച് ഒരു
സീനിൽ ഒന്നൊന്നര സീന് നിങ്ങൾക്കിതിൽ കാണാം. അത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ഘട്ടത്തിലാണ് ഞാനിത് പറഞ്ഞത്. സ്പോയിലർ ആയതുകൊണ്ടല്ല, പക്ഷെ നമ്മൾക്ക് എന്തായാലും ഇത് ഏകദേശം അതിൻ്റെ ഒരു ന്യൂസ് വരും. എന്നിരുന്നാലും ഒന്നൊന്നര അടിപൊളി സെറ്റപ്പ് ആകും എന്നുള്ള സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളി നമ്മളെ മമ്മൂക്ക ലാലേട്ടൻ മൂവിക്ക് വേണ്ടി. ഓക്കെ, ശരി, ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.